ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നലെ എൻ്റെ ഒരു സെൽഫ് കെയർ ഡേ ആയിരുന്നെങ്കിൽ ഇന്ന് ഞാനും നെയ്തനും കൂടെ ഞങ്ങൾ മാത്രമായിട്ടുള്ള ഒരു ഡേ ഔട്ടായിരുന്നു കേട്ടോ. അപ്പം നെയ്തന് ടേം ബ്രേക്ക് ആയതുകൊണ്ട് ഞാനും നെയ്തന് എനിക്ക് ആനുവൽ ലീവുമാണ്. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇന്നത്തെ ഒരു ദിവസം അടിച്ചു പൊളിക്കാൻ തീരുമാനിച്ചു. അപ്പം നെയ്തനും ഞാനും കൂടെ ഒരു ഡേ ഔട്ട്, അതാണ് ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ. അപ്പം ഞങ്ങൾ ബസ് കയറി നേരെ ക്രൂക്സ് വാലി പാർക്കിലേക്കാണ് കേട്ടോ പോകുന്നത്. ഇത് വെസ്റ്റേൺ പാർക്കാണ്. വെസ്റ്റേൺ പാർക്കിൻ്റെ അവിടെയാണ് ബസ് ഇറങ്ങുന്നത്. അപ്പോൾ വെസ്റ്റേൺ പാർക്കിൻ്റെ ഉള്ളിലൂടെ കട്ട് ചെയ്തിട്ട് നമുക്ക് നേരെ അതിന് ഓപ്പോസിറ്റായിട്ട് ക്രൂക്സ് വാലി പാർക്കിലേക്ക് പോവാം. വെസ്റ്റേൺ പാർക്ക് ഇതുപോലെ വലിയ പാർക്കാണെങ്കിലും ക്രൂക്സ് വാലിയാണ് കുറച്ചും കൂടെ ഭംഗിയുള്ള പാർക്ക്. അതുപോലെ അവിടെയാണ് കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേ ഏരിയ ഒക്കെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നേരെ ക്രൂക്സ് വാലിയിലേക്ക് പോകുന്നത്. അങ്ങനെ നമ്മളിത് ക്രൂക്സ് വാലി പാർക്കിലെത്തിയിരിക്കുകയാണ് കേട്ടോ. ഈ ക്രൂക്സ് വാലി പാർക്കിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുന്നേ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഇവിടെ മോന് കളിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിന് മുന്നേ ഡീറ്റെയിൽഡ് ആയിട്ട് ക്രൂക്സ് വാലി പാർക്കിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. ഈ ഒരു സമയത്താണ് ശരിക്കും ഇവിടെ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുക കുട്ടികളൊക്കെ ആയിട്ട്. കാരണം സ്പ്രിങ് ആയി, ഇനി സമ്മർ ആവാൻ പോണു. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ടൈമാണ്. നിങ്ങൾക്ക് തന്നെ കണ്ടാൽ അറിയാം, നല്ല വെളിച്ചമുണ്ട്. പിന്നെ എല്ലായിടത്തും ഫ്ലവേഴ്സും, മൊത്തത്തിലൊരു നല്ല പോസിറ്റീവ് വൈബാണ് ഈ സ്പ്രിങ് സീസൺ ആയിക്കഴിഞ്ഞാൽ. അതുവരെ ഇരുട്ടായിട്ടാണല്ലോ ഇരിക്കുക. ഇപ്പോൾ ആണെങ്കിൽ ഡേ ടൈമും കൂടുതലാണ്. അപ്പോൾ അങ്ങനെ നല്ലൊരു ബ്രൈറ്റ് ആൻഡ് അതുമാത്രമല്ല, ഇപ്പോൾ ഈ വീക്ക് നെയ്തന് ടേം ലീവാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവനെ കൊണ്ടൊന്ന് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചത്. അപ്പം ഏതായാലും ഈ വീക്ക് കറക്റ്റ് മഴയൊന്നും ഇല്ലാതെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ളൊരു വീക്കാണ്. പിന്നെ നമ്മുടെ ഒരു ട്രിപ്പും വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് തുടർന്ന് എൻ്റെ ചാനലിൽ കാണാം. അപ്പം ഓക്കെ, നോക്ക്, നിറയെ ഫ്ലവേഴ്സൊക്കെ ആയിട്ട് എല്ലാ ട്രീസും ഫ്ലവേഴ്സും നിറഞ്ഞു തുടങ്ങി. പൂക്കളൊക്കെ നിറഞ്ഞ് നല്ല ഭംഗിയായിട്ടാണ് ഇരിക്കുന്നത്. നോക്ക്, എല്ലാ മരങ്ങളിലും നിറയെ പൂക്കളൊക്കെ ആയി തുടങ്ങി. ഇനി ഇവിടെ ഈ പാർക്കിൻ്റെ സൈഡിൽ ഫുൾ ഇതുപോലത്തെ പൂമരങ്ങളാണ്. അത് നിറയെ ഫ്ലവേഴ്സായിട്ട് നല്ല ഭംഗിയായിരിക്കും. ഈ ക്രൂക്സ് വാലി പാർക്കിൻ്റെ ഏറ്റവും ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു തടാകമാണ്. അപ്പോൾ അതിലതാ അതിൻ്റെ ഒരു ഭാഗത്തായിട്ട് കയാക്കിങ്ങോ എന്തൊക്കെയോ മത്സരമോ സംതിങ് ഇസ് ഗോയിങ് ഓൺ. കയാക്കിങ് പ്രാക്ടീസ് ആണെന്ന് തോന്നുന്നു. എന്തായാലും എന്തൊക്കെയോ ഗെയിംസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അവിടെ. പ്രാക്ടീസ് അല്ല, എന്തോ ഒരു ഗെയിമാണ് കേട്ടോ. കുറച്ചുകൂടെ അടുത്ത് ചെന്നിട്ട് നമുക്കൊന്നുകൂടി ഒന്ന് വീഡിയോ എടുക്കാം. ഈ ഒരു ടൈം ഞാൻ പറഞ്ഞില്ലേ എന്ത് ഭംഗിയാണെന്ന്. അതായത് സ്കൈ ഒക്കെ കണ്ടില്ലേ, എന്ത് ബ്യൂട്ടിഫുള്ളാണ്. നല്ല തെളിഞ്ഞ സ്കൈ, നല്ല ഫ്ലവേഴ്സ്, ഈ വാട്ടർ എല്ലാം കൂടി ആയിട്ട് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമയത്താണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇവിടെ പുറത്തേക്ക് പാർക്കുകളിലും പിന്നെ ഔട്ടിങ്ങിനായിട്ടും ഒക്കെ ഇറങ്ങുന്നത്. വിൻ്റർ സമയത്ത് അധികം ആൾക്കാർ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങില്ല. ജസ്റ്റ് എന്തെങ്കിലും സാധനം വാങ്ങാൻ വേണ്ടിയിട്ടോ അങ്ങനെയൊക്കെ ആയിട്ട് വന്നു പോവുള്ളൂ. ബട്ട് ഈ ഒരു ടൈമിൽ എല്ലാവരും ആ ഒരു സന്തോഷത്തിന് വേണ്ടി പുറത്തേക്ക് ഇറങ്ങും. എവിടെ കളിക്കാൻ പോയാലും നെയ്തൻ ഇതുപോലെ കുറേ കിടന്ന് ഓടണം. എത്ര ഓടിയാലും ഒരു മടുപ്പുമില്ല.
ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ ആ കയാക്ക് പോളോ എന്ന് പറഞ്ഞ കോമ്പറ്റീഷൻ കാണാമെന്ന് വിചാരിച്ചു. പക്ഷെ സത്യം പറയാലോ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഗെയിം എന്നുള്ളത്. ബട്ട് സ്റ്റിൽ ഇൻട്രസ്റ്റിംഗ് ആണ് കണ്ടിരിക്കാൻ. കാരണം ആ കയാക്കിൻ്റെ മുകളിൽ ബാലൻസ് ചെയ്തിട്ട് ഇവർ ഈ ബോൾ തട്ടുന്നത് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഒരു പ്രത്യേക ടൈപ്പ് ഗെയിം. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഗെയിം കാണുന്നത്. ആദ്യം ഞാൻ കണ്ടപ്പോൾ വിചാരിച്ചു ഇവരെന്താ ഇതിൽ കാണിക്കുന്നതെന്ന്. പിന്നെ നോക്കിയപ്പോഴാണ് അത് കയാക്ക് പോളോ എന്ന് പറഞ്ഞ ഒരു ഗെയിമാണ്. ഇൻട്രസ്റ്റിംഗ്. കുറച്ച് നേരം കൂടെ അങ്ങനെ ഗെയിമൊക്കെ കണ്ട് പാർക്കിലിങ്ങനെ ആ ഒരു ചെറിയ കാറ്റും ഒക്കെ ആസ്വദിച്ച് അവിടെ ഇരുന്നതിന് ശേഷം പിന്നെ ഞങ്ങൾ തീരുമാനിച്ചു, നെയ്ത്തിന് വിശക്കാൻ തുടങ്ങി. അപ്പം പിന്നെ അവിടുന്ന് പോവാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ പതുക്കെ പാർക്കിൽ നിന്ന് പോവാണ്. ഇവിടുന്ന് ബസ് പിടിച്ചിട്ട് വേണം ഇനി നേരെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. നമുക്ക് പോകാനുള്ള ബസ് അതാ വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ സിറ്റി സെൻറ്ററിൽ വന്ന് ബസ് ഇറങ്ങിക്കഴിഞ്ഞപ്പം നെയ്തൻ്റെ ആഗ്രഹപ്രകാരം കെൻഡക്കി അപ്പൂപ്പൻ്റെ കടയിൽ പോയിട്ട്, അപ്പോൾ കെൻഡക്കി അപ്പൂപ്പൻ്റെ സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കനൊക്കെ കഴിച്ച് വയറ് നിറച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോയത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ചെറിയൊരു ഡേ ഔട്ട്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതുവരെ ഇറ്റ്സ് മീ ആൻഡ് സൈനിങ് ഓഫ്. ബൈ.